ഇന്ന് നമുക്ക് അഥർവ മുരളി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഇതയം മുരളി എന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. സിനിമയുടെ കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറക്കരുതേ. നായകനായ ഇതയുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്. വിവാഹത്തിന് തുച്ഛമായ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇതയ ഇതുവരെയും അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടില്ല. ഇതയുടെ മാമൻ അവനെ വിളിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയും. ഇനി കല്യാണത്തിന് കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ, നീ എന്താ നാട്ടിലേക്ക് വരാത്തത്, ഉടനെ വരണമെന്ന് പറഞ്ഞിട്ട് അവനെ വഴക്ക് പറയും. മാമൻ പറയുന്നത് കേട്ട് അവൻ നാട്ടിലേക്ക് വരുവാനായും തുടങ്ങുകയാണ്. മാമനാണ് ഇതയെ വളർത്തിയത്, അതുകൊണ്ട് തന്നെ മാമൻ എന്ത് പറഞ്ഞാലും ഇതയ അതെല്ലാം അനുസരിക്കും. അങ്ങനെ ഇതയ നാട്ടിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറുന്നു. ഇതയെ ഇരിക്കുന്നതിന് തൊട്ടടുത്ത സീറ്റിൽ ഒരു ബിസിനസ്മാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതയും ബിസിനസ്മാനും പരിചയത്തിലാകുന്നു. വിവാഹത്തിന് ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് ഇതയെ പറഞ്ഞതുകൊണ്ട് തന്നെ എന്താ നിന്റെ കഥ, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെയുള്ള കാര്യം ബിസിനസ്മാൻ ചോദിക്കുന്നു. അങ്ങനെ ഇതയ തന്റെ കഥ പറയുവാനായും ആരംഭിക്കുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇതയ്ക്ക് അവന്റെ അച്ഛനും അമ്മയുമില്ല. കുട്ടിക്കാലം തന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ മാമനാണ് ഇതയെ വളർത്തിയതും. മാമൻ വളർത്തുന്നത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികളെയൊക്കെ ഇതയ്ക്ക് അല്പം കൂടുതലാണ്. ഇതയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പേരുണ്ട്. ഇവർ 3 പേരും ചേർന്നാണ് സ്കൂളിൽ പോകുന്നത്. ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഈ കുട്ടികളെല്ലാം ചേർന്നിരുന്ന് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന രീതിയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. ഉമ്മ കൊടുത്താലാണ് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഇതേ ഒരുപാട് ഇഷ്ടമുള്ള ടീച്ചറാണെങ്കിൽ അവനൊരു ഉമ്മ കൊടുക്കുന്നു. അതോടുകൂടി എല്ലാം പോയി. എന്തായാലും ഉമ്മ തന്ന ടീച്ചർ പ്രഗ്നന്റ് ആവുമെന്ന് പറഞ്ഞ് ഇതയ്ക്ക് വല്ലാത്ത ടെൻഷനായി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം കൂട്ടുകാരവനെ വല്ലാതെ കളിയാക്കുകയാണ്. നിന്റെ കാര്യത്തിൽ ഇതോടെ തീരുമാനമായി, ടീച്ചർ എന്തായാലും ഗർഭിണിയാകുമെന്നൊക്കെ പറഞ്ഞാണ് പിള്ളേര് പറയുന്നതും. അത് കേട്ട് ഇതയെ വല്ലാതെ ടെൻഷൻ അടിച്ച് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഇതയും ഇതയുടെ കൂട്ടുകാരും ചേർന്ന് ടീച്ചറിന്റെ വയറ് പെരുകി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതും ടീച്ചറിന്റെ വയറ് പെരുകി വരുന്നു. അതോടുകൂടി പോയി, എല്ലാം പോയി. എന്റെ കുഞ്ഞാണ് ടീച്ചറിന്റെ വയറ്റിൽ കിടക്കുന്നത് എന്നൊക്കെ ഇതയും കൂട്ടുകാരും പറയുവാനായിട്ട് തുടങ്ങി. ഒരു സമയത്ത് ടീച്ചറിന്റെ പ്രസവ വേദന വരുന്നു. ഇതയാണ് ടീച്ചറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ടീച്ചറിന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ ഞാനാണ് ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്ന പേരില് ഇതേ ഡോക്ടേഴ്സിന് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. കുട്ടികളല്ലേ, ഒന്നും അറിയത്തില്ലല്ലോ. ആ ഒരു ബുദ്ധിയില് അവരങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. ഇതയും കൂട്ടുകാരും ദേ ഇപ്പോൾ +2 എത്തിയിരിക്കുകയാണ്. അവരുടെ കുരുത്തക്കേടൊക്കെ അതുപോലെ തന്നെയുണ്ട്. എന്നാൽ ഒരു ദിവസം ഇതയാണെങ്കിലോ ഒരു പെൺകുട്ടിയെ കാണുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം അവളെ സ്ഥിരമായി കാണുവാനായും തുടങ്ങി. അവളെ എങ്ങനെയെങ്കിലും പ്രണയിക്കണമെന്നും ഇതയെ തീരുമാനിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ആ പെൺകുട്ടി ഇതയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾ ട്യൂഷന് പോകുന്നുണ്ട്, ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നുണ്ട്. അവിടെയെല്ലാം ഇതയ അവളെ ഫോളോ ചെയ്ത് വരാറുണ്ടായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിക്ക് ഇതയെ തന്നെ ഫോളോ ചെയ്യുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ആ പെൺകുട്ടിയുടെ ബർത്ത്ഡേ വരികയായിരുന്നു. അവളാണെങ്കിൽ ഇതയെ സെപ്പറേറ്റ് ആയിട്ട് വന്ന് വിളിക്കുകയാണ്. ഇതയുടെ കൂട്ടുകാരെ ആരെയും വിളിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ ഇതയ്ക്ക് ഒരുപാട് സന്തോഷമാകും. ഇതൊരവസരമായി മുതലെടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യാമെന്നും ഇതയെ തീരുമാനിക്കുന്നു. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ ആരെയും വിളിക്കാതെ ഇതയെ മാത്രം ഗിഫ്റ്റും വാങ്ങി അവളുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നാൽ തന്നെ മാത്രമാണല്ലോ വിളിച്ചതെന്ന് ഇതയെ കരുതിയെങ്കിൽ അവിടെ തെറ്റി. അവിടെ ഒരു ഉത്സവം കൂടാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത് കാണുന്ന ഇതയ്ക്ക് വല്ലാതെ സങ്കടമാകും. അതേസമയം ആ പെൺകുട്ടിയെ കേക്ക് കട്ട് ചെയ്യുവാനായിട്ട് വിളിക്കും. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഒരാളല്ല വന്നത്, 2 പേർ വന്നു, അതും ഒരുപോലെ ഇരിക്കുന്നത്. അവർ 2 പേരും ട്വിൻസ് ആണ്. അവരുടെ പേര് സാമന്ത, സംയുക്ത. രണ്ടാളെയും കണ്ട് വല്ലാതെ പണി കിട്ടിയ അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ഇതയ. ഇതയ്ക്കാണെങ്കിലോ വല്ലാത്ത കൺഫ്യൂഷൻ. ഇതിലൊരാളാണ് ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നത്, മറ്റൊരാളാണ് ട്യൂഷന് പോകുന്നത്. ഇതൊന്നും അറിയാതെയാണ് ഇതയെ അവരെ ഫോളോ ചെയ്ത് പൊക്കേണ്ടിയിരുന്നതും. അങ്ങനെ സാമന്തയും സംയുക്തയും ഇതയ്ക്കടുത്തേക്ക് വന്നിട്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ആരാണ് ട്യൂഷന് പോകുന്നത്, ആരാണ് ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ഇതയോട് പറയുന്നു. പക്ഷെ ഇതയ്ക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ടാസ്കിൽ ഇതയെ തോറ്റുപോവുകയാണ്. അങ്ങനെ ഇതയ്ക്കാണെങ്കിലോ വല്ലാത്ത സങ്കടം. പ്രണയം പറയാമെന്ന് കരുതി വന്നിട്ട് പ്രണയം പറയാനും കഴിഞ്ഞില്ല. ദേ ഇപ്പോൾ താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടുള്ള പ്രണയമൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ടീച്ചറിനോട് പ്രണയം തോന്നി, അത് നടന്നില്ല. ദേ ഇപ്പോൾ ആദ്യമായിട്ട് കണ്ട പെൺകുട്ടിയോട് പ്രണയം തോന്നി, അതും നടന്നില്ല. ഇനിയെങ്കിലും തന്റെ ജീവിതത്തിൽ
ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും ഇതേ തീരുമാനിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. അവനിപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇതയുടെ മാമനാണെങ്കിലോ IPL മാച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലുള്ള കുറെ ആളുകളേക്ക് തന്റെ ടെറസിന് മുകളിലേക്ക് വിളിച്ചിരുത്തി TV ഒക്കെ വെച്ച് മാച്ച് കാണിപ്പിക്കുകയാണ്. എല്ലാവരും മാച്ച് കാണുവാൻ വേണ്ടിയിട്ടും എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ ആരും അറിയാതെ കുറച്ച് ഗുണ്ടകൾ അവരുടെ വീടിനകത്തേക്ക് അതിക്രമിച്ച് പ്രവേശിച്ച് അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. എന്നാൽ ഇത് ഇതയെ കാണുന്നു. ഇതയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടമായതേയില്ല. സ്ത്രീകളും കുട്ടികളും ഒക്കെ വരുന്നതാണ്, ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞിട്ടും അവർ കേട്ടതേയില്ല. എന്നാൽ ദേഷ്യം വന്ന ഇതയ അവരെ തല്ലുക. വലിയ ഫൈറ്റ് തന്നെ നടക്കും. എന്നാൽ ആ ഒരു ഫൈറ്റിനൊടുവിൽ ഇതയ്ക്ക് നല്ല കാര്യമായിട്ട് അടി കിട്ടുന്നു. ഇതയുടെ ബോധവും പോവുകയാണ്. അയ്യോ, എന്റെ മരുമോൻ എന്ത് പറ്റിയെന്ന് സങ്കടപ്പെട്ട് മാമനവനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. എന്നാൽ ഇതയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. ഇതയ്ക്കാണെങ്കിലോ ബോധം വരികയാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇതയുടെ മുന്നിൽ നിൽക്കുന്നു. അവളുടെ പേര് അമുദ എന്നാണ്. ഡോക്ടറിന് പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു അമുദ. അമുദയെ ആദ്യ കാഴ്ചയിൽ കണ്ടപ്പോഴേ അവന് ഒരുപാട് ഇഷ്ടമായി. എങ്ങനെയെങ്കിലും ഇവളെയെങ്കിലും വളച്ചെടുക്കണമെന്നും അവൻ തീരുമാനിക്കും. അതേ സമയമായിരുന്നു ഇതയ്ക്കൊപ്പം മുൻപ് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു ചേട്ടനെ അവൻ കാണുന്നത്. ആ ചേട്ടൻ അവിടുത്തെ ഡോക്ടറാണിപ്പോൾ. ചേട്ടനെ കണ്ടതും അവൻ ഒരുപാട് സന്തോഷമാകുന്നു. ചേട്ടന്റെ സഹായത്തോടു കൂടി അമുദയെ വളച്ചെടുക്കാമെന്നാണ് ഇതയെ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകെ ഇതയും ആ ഒരു ചേട്ടനും ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള അമുദയുമായിട്ട് നല്ല കമ്പനി ആവുകയാണ്. എങ്ങനെയെങ്കിലും അവളോട് തന്റെ പ്രണയം തുറന്നു പറയണമെന്നും അവൻ തീരുമാനിക്കും. രണ്ടുപേരും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ ഇതയ്ക്കാണെങ്കിൽ അവളോട് ചെന്ന് പ്രണയം പറയുവാനായിട്ട് നല്ല മടിയുണ്ട്. അമുദ പറയട്ടെ എന്ന് ഇതയെ കരുതുന്നു, ഇതയെ പറയട്ടെ എന്ന് അമുദയും കരുതുന്നു. പക്ഷേ പെൺകുട്ടികൾ ആരും തന്നെ ധൈര്യത്തോടു കൂടി ഒരാണിനെ ഇഷ്ടമാണെന്ന് ചെന്ന് പറയില്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ അമുദയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. അമുദ തന്റെ ഇഷ്ടമൊന്നും അവനോട് പോയി തുറന്നു പറഞ്ഞതേയില്ല. അങ്ങനെ അമുദയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവൾ നാട്ടിലേക്ക് തിരികെ പോകുവാനായി റെഡിയായ സമയം ഈ ഒരു വിവരം ഇതയെ അറിയുന്നു. ഇന്നെങ്കിലും അവളോടെല്ലാം പറയണമെന്നും അവൻ കരുതും. അങ്ങനെ അമുദയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ കയറിയ സമയത്തും അമുദ ദയനീയമായിട്ട് ഇതയെ നോക്കുന്നു. ഇതയും ദയനീയമായിട്ട് അമുദയെ നോക്കുകയാണ്. അപ്പോഴും രണ്ടുപേർക്ക് അവരുടെ പ്രണയം തുറന്നു പറയുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ട്രെയിൻ എടുത്തു, അമുദയും പോയി. ഇതയാണെങ്കിലോ തന്റെ പ്രണയം പറയാതെ വീണ്ടും പഴയതുപോലെ മനസ്സിലൊതുക്കുകയാണ്. അതോടുകൂടി ഇതയുടെ ഫുൾ കോൺഫിഡൻസും നഷ്ടമായി. ഇനി തന്റെ ജീവിതത്തിൽ ഒരു പെണ്ണും വേണ്ട എന്ന് ഇതയ അങ്ങ് തീരുമാനിക്കും. എന്നാൽ ഇതയ തനിക്ക് കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചാലും ഇതയുടെ മാമൻ അതിന് സമ്മതിക്കത്തില്ല. മാമൻ ഇതുവരെയായിട്ടും വിവാഹം കഴിച്ചിട്ടേയില്ല. എന്റെ അതേ അവസ്ഥ എന്റെ മരുമകന് വരരുതെന്നാണ് മാമൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നും മാമൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇതയ്ക്കൊരു കൂട്ടുകാരൻ ചേട്ടനുണ്ടല്ലോ, ഡോക്ടറായിട്ടുള്ള ഡോക്ടറിന്റെ കല്യാണമായി എന്നുള്ള വിവരം ഇതയെ അറിയുന്നത്. മധുരയിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. ഇതയും കൂട്ടുകാരും കല്യാണത്തിന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നു. എന്നാൽ അവിടെ വെച്ച് ഒരാളെ കാണുകയാണ്. അത് മറ്റാരുമല്ല, ഇതയ +2 പഠിച്ചിരുന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്നില്ലേ, ഇരട്ട സഹോദരികൾ, അതിലൊരാളെയാണ് അവൻ കാണുന്നത്. അതായത് അവൻ ട്യൂഷനിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഫോളോ ചെയ്ത സാമന്ത എന്ന പെൺകുട്ടിയാണ് അവൻ കണ്ടത്. മറ്റൊരാള് ബാഡ്മിന്റൺ കളിക്കുന്ന പെൺകുട്ടിയാണ്. സാമന്തയെ കാണുന്ന ഇതയെ ചിന്തിക്കുന്നത്, എന്തായാലും ഒരിക്കൽ കൂടി ഇവളെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം എന്തോ ഒരു സൂചന തരികയാണ്, ഇവളായിരിക്കും തന്റെ ഭാവി വധുവെന്നൊക്കെ ഇതയെ ചിന്തിക്കുന്നു. പക്ഷേ രണ്ടുപേരുണ്ടല്ലോ, ഇതിൽ ആരായിരിക്കും ഇതെന്നുള്ള കൺഫ്യൂഷൻ ഇതയ്ക്കുണ്ടാകുന്നു. അങ്ങനെ ഇതയ സാമന്തയുമായിട്ട് ചെന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് സാമന്തയുടെ ഇരട്ട സഹോദരിയായിട്ടുള്ള സംയുക്ത വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. സാമന്ത ഇപ്പോൾ ഉള്ളത് US-ലാണ്. US-ല് ഒരു കമ്പനിയിലാണ് അവൾ വർക്ക് ചെയ്യുന്നതെന്നും സാമന്ത പറയുന്നു. അങ്ങനെ ആ ഒരു ചേട്ടന്റെ വിവാഹമൊക്കെ നല്ല രീതിക്ക് കഴിയുകയും എല്ലാവരും വീണ്ടും തിരികെ പോകുവാനായിട്ടും തയ്യാറാകുന്നു. പോകുന്നതിന് മുൻപ് സാമന്തയോട് തന്റെ ഇഷ്ടം പറയണമെന്നൊക്കെ ഇതയെ കരുതും. പക്ഷേ നടക്കുന്നതേയില്ല. അവൾ ഫ്ലൈറ്റിൽ കയറി പോകുവാനായി ഒരുങ്ങുന്ന സമയം എങ്ങനെയെങ്കിലും തന്റെ പ്രണയം പറയണമെന്ന് കരുതി എയർപോർട്ടിലേക്ക് വളരെ തിരക്ക് പിടിച്ച് ഓടി വരികയും എങ്ങനെയെങ്കിലും ആ ഒരു ഫ്ലൈറ്റ് പിടിക്കണമെന്നും ഇതയെ കരുതുന്നു. പക്ഷേ അതിനു മുൻപ് ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും പ്രണയം പറയാൻ കഴിയാതെ ഇനി എന്തായാലും തന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തേയില്ല, തനിക്ക് അതിനുള്ള കഴിവേ ഇല്ല എന്ന് ചിന്തിച്ച് ഇതയ ഒന്നുമേ വേണ്ട എന്ന് തീരുമാനിച്ച് വീണ്ടും തന്റെ ജോലികളൊക്കെ നോക്കി നടക്കുകയാണ്. എന്നാൽ ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് ചിന്തിച്ച മാമൻ അവന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. ആ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് ഇതയും ഓക്കെ പറയുകയാണ്. കാരണം തനിക്ക് എന്തായാലും പ്രണയിക്കുവാനൊന്നും കഴിയുന്നില്ല, ആരോടും പ്രണയം തുറന്നു പറയുവാനായിട്ടും കഴിയുന്നില്ല. അതുകൊണ്ട് മാമൻ പറയുന്ന പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചാണ് അവൻ ആ ഒരു വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും എൻഗേജ്മെന്റും കഴിഞ്ഞു. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇതയും അവന്റെ ഭാവി വധുവും കൂടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഷോപ്പിംഗ് മാളിൽ എത്തിയ സമയം അവിടെ വെച്ച് മറ്റൊരാളെ കാണുകയാണ്. അത് മറ്റാരുമല്ല, അമുത തന്നെയായിരുന്നു. അമുത എന്ന് ഡോക്ടർ പഠനമൊക്കെ കഴിഞ്ഞ് തന്റെ നാട്ടിലേക്ക് പോയില്ലേ, അമുത ജോലി സംബന്ധമായിട്ട് ചെന്നൈയിലേക്ക് വന്നതാണ്. ഷോപ്പിംഗ് മാളിൽ വെച്ച് അമുതയും ഇതയെ കാണുന്നു. അമുത ഓടി വന്ന് ഇതയോട് മിണ്ടുകയാണ്. എങ്ങനെയുണ്ട് ഇതയ, സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും സംസാരിക്കുന്നു. അതേ സമയമായിരുന്നു അമുത തന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രണയം ഇതയോട് തുറന്നു പറയുന്നത്. അത് കേട്ട് ഇതേ ഷോക്കായി പോകും. അയ്യോ, ഇവൾ ഇപ്പോൾ വന്നതൊക്കെ തുറന്നു പറഞ്ഞല്ലോ. എന്തായാലും നിശ്ചയം കഴിഞ്ഞു വെച്ചിരിക്കുന്ന പെൺകുട്ടിയെ റിജക്ട് ചെയ്തിട്ട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അവന്റെ മനസ്സിൽ ആകെ കൺഫ്യൂഷനാണ്. എനിക്ക് ആദ്യം മുതലേ നിന്നോടൊരു പ്രണയമുണ്ടായിരുന്നു. നീ തുറന്നു പറയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നീ പറഞ്ഞില്ല. എന്റെ മനസ്സിലുള്ള പ്രണയം ദേ ഇപ്പോൾ ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യവും അമുത പറയുന്നു. അമുത പറയുന്നതെല്ലാം കേട്ടു ഇതേ തന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് തുറന്നു പറയുവാനായിട്ട് വരുന്ന സമയമായിരുന്നു. വേണ്ട വേണ്ട, നിർത്ത് നിർത്ത്, എന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും അമുത പറയുന്നു. അത് കേട്ടതും ഇതേ ഞെട്ടിപ്പോകും. നിന്റെ വിവാഹം കഴിഞ്ഞതാണെങ്കിൽ പിന്നെ നീ എന്തിനാ നിന്റെ പ്രണയം എന്നോട് തുറന്നു പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലെ ഭാരമായിരുന്നു അത്. നീ തുറന്നു പറയുമെന്ന് ഞാൻ കരുതി, പക്ഷേ നീ പറഞ്ഞില്ല. എന്റെ മനസ്സിൽ ഇത്രയും നാൾ ഞാൻ കൊണ്ടു നടന്നതാണ്. ഇപ്പോഴെങ്കിലും എനിക്ക് നിന്നോട് തുറന്നു പറയണമെന്ന് തോന്നി, അതാ ഞാൻ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ എന്റെ മനസ്സും ഫ്രീ ആയി. ഇനി എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അമുത പോയി കഴിഞ്ഞതും ഇതേക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു. ഒരു പെണ്ണ് തന്റെ മനസ്സിലുള്ള പ്രണയം തന്നോട് വന്ന് തുറന്നു പറഞ്ഞു. തന്റെ മനസ്സിലുള്ള പ്രണയം ആരോടും തുറന്നു പറയാൻ കഴിയാത്തൊരാളായി പോയല്ലോ താനെന്നൊക്കെ ഇതയെ ചിന്തിക്കുന്നു. ഇതയുടെ മനസ്സിൽ തന്നോടൊപ്പം ട്യൂഷന് പഠിച്ചിരുന്ന സാമന്തയോട് പ്രണയമുണ്ടല്ലോ. ഇതുവരെയായിട്ടും ആ ഒരു പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സാമന്തയോട് പോയി തന്റെ പ്രണയം തുറന്നു പറയണം. എന്നാൽ മാത്രമേ തന്റെ മനസ്സ് ശാന്തമാകൂ എന്ന് ചിന്തിച്ച് എങ്ങനെയെങ്കിലും സാമന്തയുള്ള യുഎസിലേക്ക് പോകണമെന്നും അവൻ തീരുമാനിക്കും. യുഎസില് നാസയിലാണ് സാമന്ത വർക്ക് ചെയ്യുന്നത്. കല്യാണത്തിന് ഇനി 7 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയെങ്കിലും സാമന്തയോട് പോയി തന്റെ പ്രണയം തുറന്നു പറഞ്ഞ് തന്റെ മനസ്സ് ശാന്തമാക്കിയിട്ട് വരണമെന്ന് ചിന്തിച്ച് രാത്രിക്ക് രാത്രി തന്നെ അവൻ നേരെ യുഎസിലേക്ക് പോകുന്നു. അമേരിക്കയിലേക്ക് എത്തിയ ഇതയ സാമന്ത എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുകയും ചെയ്തു. അവളോട് കള്ളം പറയുകയാണ്. ഞാനൊരു ജോലി സംബന്ധമായിട്ടാ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. അപ്പോഴാ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഓർത്തത്. അതാ ഇങ്ങോട്ട് വന്നതെന്നും അവൻ കള്ളം പറയുന്നു. പക്ഷേ സാമന്തയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു തന്നെ കാണുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഇവിടേക്ക് വന്നതെന്ന്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രണ്ടുപേരും പരസ്പരം കാണുകയും നല്ല കൂട്ടാവുകയും അവർ പുറത്തൊക്കെ കറങ്ങുവാനൊക്കെ പോകുവാനായും തുടങ്ങി. പക്ഷേ എന്നിട്ട് പോലും ഇതേ തന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് തുറന്നു പറഞ്ഞതേയില്ല. പക്ഷേ ഇതേ തനിക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന ചിന്ത അവളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സാമന്തയ്ക്ക് അവനോട് പ്രണയം തോന്നുകയാണ്. പക്ഷേ ഈ ഒരു കാര്യമൊന്നും ഇതേക്ക് അറിയത്തേയില്ല. എന്നാൽ ഇതയോട് എങ്ങനെയെങ്കിലും തന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയണം. ഇതേ പറയുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് ചിന്തിച്ച സാമന്ത അവനോട് പ്രണയം തുറന്നു പറയുവാനേയും തീരുമാനിച്ചു. ഇതയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന കാര്യമൊന്നും സാമന്തയ്ക്ക് അറിയത്തേയില്ല. ഇതയുടെ വിവാഹം നടക്കുവാൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതേക്കാണെങ്കിലോ എത്രയും വേഗം ചെന്നൈയിലേക്ക് വരണം. പക്ഷേ അവൻ പ്രണയവും പറഞ്ഞിട്ടില്ല. അവന്റെ കൂട്ടുകാരാണെങ്കിലോ അവനെ ഒരുപാട് വഴക്ക് പറയും. നീ നിന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് തുറന്നു പറയി. നിന്റെ വിവാഹം ഉറപ്പിച്ചതാണെന്നും പ്രണയം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സ് ശാന്തമാക്കാനായിട്ടാണ് നീ വന്നതെന്നും അവളോട് തുറന്നു പറയി. എന്തിനാ നീ ഇങ്ങനെ അവളോട് അതൊന്നും പറയാതെ കറങ്ങി നടക്കുന്നത് എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുന്നു. പക്ഷെ അതിനൊന്നും ഇതേക്ക് മറുപടിയില്ല. എന്നാൽ ഇവർ സംസാരിക്കുന്നതെല്ലാം സാമന്ത കേൾക്കുന്നുണ്ടായിരുന്നു. വിവാഹം ഉറപ്പിച്ചിട്ടാണ് തന്നോട് അവൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നതില്ലേ, അവൻ എത്ര ചീപ്പാണെന്നുള്ള കാര്യം സാമന്ത ചിന്തിക്കുന്നു. ഇതയെ കാണാനെത്തുന്ന സാമന്ത അവനെ ഒരുപാട് വഴക്ക് പറയുന്നു. നീ ഇത്രയും ചീപ്പാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. നിന്റെ വിവാഹം ഉറപ്പിച്ചിട്ടും ഞാൻ നീയുമായിട്ട് ഇനിയും സഹകരിക്കണമെങ്കിൽ അതെനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് എന്റെ മുഖത്ത് പോലും ഇനി നീ നോക്കരുത്, എന്റെ കൺമുന്നിൽ പോലും വരരുതെന്ന് പറഞ്ഞിട്ടാണ് സാമന്ത അവിടെ നിന്ന് പോകുന്നത്. അതോടുകൂടി ഇതയെ വല്ലാതെ തകർന്നു പോവുകയാണ്. സാമന്തയ്ക്കും തന്നോട് പ്രണയമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതയ്ക്ക് മനസ്സിലായി. ഇതയുടെ മനസ്സിൽ തന്റെ മനസ്സിലുള്ളൊരു ഭാരം ഇറക്കി വെക്കണം, അത് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനും കഴിയാതെ
ഇദ്ദേഹത്തിന്റെ മാമൻ വിളിക്കുന്നത് കൊണ്ട് നാട്ടിലേക്ക് വരികയാണ്. ഫ്ലൈറ്റിലിരിക്കുന്ന സമയമാണ് ആ ഒരു ബിസിനസ്സുകാരനായ സൂര്യയെ പരിചയപ്പെടുന്നത്. സൂര്യയോടാണ് തന്റെ കഥകളെല്ലാം അവൻ തുറന്നു പറയുന്നത്. അങ്ങനെ അവർ ചെന്നൈയിലേക്കും എത്തുകയാണ്. നിന്റെ കഥകളൊക്കെ കേട്ടിട്ട് എനിക്ക് നിന്നോട് വല്ലാതെ സഹതാപം തോന്നുന്നു. എന്നാണ് സൂര്യയുടെ മറുപടിയും. അങ്ങനെ രണ്ടുപേരും പരസ്പരം കൈകൊടുത്ത് പിരിയുകയാണ്. ഇതേ എയർപോർട്ടിന് മുന്നിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ മറ്റൊരാളെ കാണുന്നു. അത് മറ്റാരുമല്ല, അവന്റെ ടീച്ചർ തന്നെയായിരുന്നു. ടീച്ചർ തന്റെ കുഞ്ഞുമായിട്ട് അവിടേക്ക് വരികയാണ്. ടീച്ചർ വന്നിരിക്കുന്നത് തന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയിട്ട്. ആ ഭർത്താവ് മറ്റാരുമല്ല, ഇതയോട് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഒരു ബിസിനസ്മാൻ തന്നെയാണ്. ടീച്ചറിന്റെ ഹസ്ബൻഡ് താൻ ഇത്രയും നേരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ സൂര്യയാണെന്ന് അറിഞ്ഞതോടുകൂടി ഗർഭകാലത്ത് ടീച്ചറിനെ നോക്കാത്ത ആളിനോടാണല്ലോ താൻ തന്റെ കഥകളെല്ലാം പറഞ്ഞതെന്നും അവൻ ചിന്തിക്കുന്നു. അങ്ങനെ ഇതയാണെങ്കിലോ തന്റെ കല്യാണമാണ്, അതുകൊണ്ട് തന്നെ വരണമെന്നൊക്കെ പറഞ്ഞ് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നമുള്ളത് കൊണ്ട് നിന്റെ കല്യാണത്തിനൊന്നും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഇതയ തന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിൽ കല്യാണ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. അന്നേ ദിവസം ഇതയുടെ കല്യാണമാണ്. ഇതയ്ക്കാണെങ്കിലോ ഒരു തരത്തിലുള്ള സന്തോഷവുമില്ല. അവന്റെ മനസ്സ് മുഴുവൻ സാമന്തയോട് അവൻ ഇപ്പോഴും പ്രണയമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഇതയ തന്റെ മാമനടുത്തേക്ക് എത്തിയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എന്നാൽ മാമൻ പറയുന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്, അതുകൊണ്ട് തന്നെ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തരുതെന്നും മാമൻ അപേക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അവന് വല്ലാതെ സങ്കടം തോന്നുകയാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത ഇതയെ ഇത്രയും നാൾ വളർത്തിയത് മാമനാണ്. മാമൻ ഇതുവരെയായിട്ടും ഒരു വിവാഹം പോലും കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മാമനെ ആരെയും മുന്നിൽ നാണം കെടുത്തരുതെന്നും ഇതയെ ചിന്തിക്കുന്നു. മാമൻ കണ്ടുപിടിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ടും ഇതയെ സമ്മതിക്കുകയാണ്. അങ്ങനെ കല്യാണത്തിന്റെ സമയമായി. അവിടേക്ക് ബിസിനസ്സുകാരനും ടീച്ചറും ഒക്കെ എത്തുന്നു. ടീച്ചർ സൂര്യയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുവന്നതും. ടീച്ചറിന് പ്രസവിക്കാൻ സമയമായപ്പോൾ ഭർത്താവിന്റെ സ്ഥാനത്ത് ഇവനാണ് ഒപ്പിട്ട് കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞാണ് ടീച്ചർ സൂര്യ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതും. എന്നാൽ സൂര്യ വരുന്ന സമയത്ത് സൂര്യക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. സൂര്യയുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, സാമന്തയുടെ സഹോദരിയായിട്ടുള്ള സംയുക്തയായിരുന്നു. ഉടനെ തന്നെ സൂര്യ ഇതയുടെ മാമനടുത്തേക്ക് ചെന്നിട്ട്, മാമൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാമനൊരു നാണക്കേടും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് മാമനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതയുടെ പ്രണയത്തിന്റെ കാര്യമൊക്കെ തുറന്നു പറയുന്നു. അത് കേട്ടതോടുകൂടി മാമനും ഈ ഒരു വിവാഹം നിർത്തുവാനായിട്ടും തീരുമാനിക്കുകയാണ്. എല്ലാവരോടും വന്ന് നിങ്ങൾ ക്ഷമിക്കണം, എന്റെ പയ്യന് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവളുമായിട്ടുള്ള വിവാഹം നടത്തണം, എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ മാപ്പ് പറയുകയാണ്. മാത്രവുമല്ല, ഇതേ പ്രണയിക്കുന്ന പെൺകുട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് അവരുടെ വിവാഹം നടത്തുവാൻ പോവുകയാണെന്നും മാമൻ പറയുന്നു. എന്നാൽ അവിടെയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. സത്യത്തിൽ സൂര്യ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് സാമന്തയല്ല, സംയുക്തയാണ്. രണ്ടുപേരും ഇരട്ടകളല്ലേ, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വിവാഹം നിർത്തണം, അത് മാത്രമായിരുന്നു സൂര്യയുടെ ലക്ഷ്യം. പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് സംയുക്തയെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതും. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാൽ സാമന്തയ്ക്ക് ഒരു കണ്ടീഷനുണ്ട്. തന്നോട് ചെയ്തതിന് ഇതയെ മാപ്പ് പറയണം. രണ്ടാമത്തേത്, തന്നോടുള്ള പ്രണയം അവൻ തുറന്നു പറയണം. അത് മാത്രമായിരുന്നു സാമന്തയുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രണയത്തിന് താൻ സമ്മതിക്കൂ, വിവാഹത്തിന് താൻ സമ്മതിക്കൂ എന്ന വാശി സാമന്തയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ സാമന്തയാണെങ്കിലോ അമേരിക്കയിൽ നിന്നും കോള് ചെയ്യുകയാണ്. 40 സെക്കൻഡ് മാത്രമേ ആ ഒരു കോളിന് ദൈർഘ്യമുള്ളൂ. അതിനിടയിൽ വെച്ച് ഇതയ മാപ്പും പറയണം, തന്റെ പ്രണയവും തുറന്നു പറയണം. അതായിരുന്നു ഇതയ്ക്ക് കൊടുത്തിരുന്ന ടാസ്ക്. പക്ഷേ 40 സെക്കൻഡിലും അവനവന്റെ പ്രണയം തുറന്നു പറയാൻ കഴിഞ്ഞില്ല. അവൻ അതിനുള്ള ധൈര്യമില്ലായിരുന്നു. മാപ്പ് പറയാനും കഴിഞ്ഞില്ല, പ്രണയം തുറന്നു പറയാനും കഴിഞ്ഞില്ല. വീണ്ടും ഒരു അവസരം കിട്ടിയിട്ട് പോലും തന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ കഴിയാതെ നിൽക്കുന്ന ഇതേയും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.